പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ദൈവകരങ്ങളിലെ അത്ഭുത മനുഷ്യരാവാൻ എന്നതാണ്. ദൈവകരങ്ങളിലെ അത്ഭുത മനുഷ്യരാവാൻ നാം ചെയ്യേണ്ട മുഖ്യ കാര്യങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ദൈവത്തിന്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുക. ദൈവഹിതം അറിഞ്ഞ് അത് നിവർത്തിക്കുന്നു എങ്കിൽ നാം എന്നും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ ആയിരിക്കും. ദാവീദ് രാജാവിനെ പറ്റി ദൈവം സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ജസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതം നിറവേറ്റും. ദാവീദ് വ്യഭിചാരവും കൊലപാതകവും ചെയ്ത വ്യക്തിയായിരുന്നു. എന്നിട്ടും ദൈവം അദ്ദേഹത്തെ സ്നേഹിച്ചു. തന്റെ പാവങ്ങളെ ന്യായീകരിക്കാതെ അവ ദൈവം മുമ്പാകെ ഏറ്റുപറയുകയും പ്രായശ്ചിത്തം ചെയ്യുവാൻ തീരുമാനിക്കുകയും ശിക്ഷ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയും ചെയ്തതുകൊണ്ടാണ് ദൈവത്തിന് ദാവീദിൽ ഏറെ പ്രസാദം തോന്നിയത്. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ദൈവകരങ്ങളിലെ അത്ഭുത മനുഷ്യരായിരുന്നവർ എല്ലാം ദൈവത്തിന്റെ ഹൃദയത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ളവരാണ് എന്ന് കാണാം. രണ്ടാമതായി ദൈവകരങ്ങളിലെ അത്ഭുത മനുഷ്യരാവാൻ നാം ചെയ്യേണ്ടത് ആത്മീയ തീക്ഷ്ണത കാക്കുക എന്നതാണ്. സ്വന്തം കാര്യങ്ങളിൽ സാമാന്യം തീക്ഷ്ണതയുള്ളവരാണ് എല്ലാവരും തന്നെ. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു പാനപാത്രവാഹകനായ നെഹമ്യ. സ്വന്തം കാര്യങ്ങളെക്കാൾ ദൈവിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു അവൻ. നെഹമ്യ പ്രവർത്തിച്ച പോലെ ഒളിഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളെ ഉദ്ധാരണം ചെയ്യുവാൻ ദൈവസഹായത്തോടെ നമുക്കും ഇറങ്ങി പുറപ്പെടാം. മൂന്നാമതായി ദൈവകരങ്ങളിലെ അത്ഭുത മനുഷ്യരാവാൻ നാം ചെയ്യേണ്ടത് ദൈവിക വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുക എന്നതാണ്. വചന വാഗ്ദാനങ്ങൾ എന്നത് തന്റെ മക്കൾക്ക് വേണ്ടി ദൈവപിതാവ് മുൻകൂർ എടുത്തു വച്ചിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളാണ്. ബൈബിളിലുള്ള വചനപ്രകാരം നാം ജീവിക്കുമ്പോഴേ നമുക്ക് ദൈവകരങ്ങളിലെ അത്ഭുത മനുഷ്യരാവാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് വ്യക്തിപരമായും വാഗ്ദാനങ്ങൾ തരാം. ജോസഫിന് ദൈവം വാഗ്ദാനം കൊടുത്തിട്ട് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് നിറവേറുന്നത്. ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം തീർച്ചയായും നിറവേറ്റും. അതിനായി നമ്മൾ കാത്തിരിക്കണം. ദൈവകരങ്ങളിലെ അത്ഭുത മനുഷ്യരായി തീരാൻ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: ദൈവം എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അത് ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ്. അങ്ങനെ തെരഞ്ഞെടുത്തവരാണ് വിശുദ്ധരെല്ലാവരും തന്നെ. വിശുദ്ധരിലൂടെ ദൈവം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി കാണാം. അതുപോലെ തന്നെ ദൈവം തെരഞ്ഞെടുത്തവരുടെ ഒരു പ്രത്യേകതയാണ് അവർ പിശാചുക്കളെ പുറത്താക്കും എന്നത്. പലർക്കുമുള്ള ഒരു സംശയമാണ് പിശാച് ഉണ്ടോ എന്നത്. ഞാൻ നിങ്ങളോട് 100% ഉറപ്പ് പറയാം, പിശാച് ഉണ്ട്. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു കെട്ടുകഥയല്ല. അത് എനിക്ക് വ്യക്തമായി മനസ്സിലായ എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തിൽ നിന്നാണ്. ആ സംഭവം ഇപ്രകാരമാണ്: ഞാനൊരു വെളുപ്പിനൊരു 4:30 കഴിഞ്ഞപ്പോ ആ സമയത്ത് ഞാൻ പള്ളിയിലോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടിയുടെ ലൈറ്റ് റോഡിന്റെ സൈഡിലോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 8-9 അടി പൊക്കമുള്ള ഒരു സ്ത്രീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. മുകൾ മുതൽ ഉപ്പൂറ്റി വരെ കട്ട കുത്തിയ മുടിയുമായി ഒരു സ്ത്രീ നിൽക്കുന്നു. നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം: അത്രയും വലിപ്പവും ഇത്രയും മുടിയുമുള്ള ഒരു സ്ത്രീയും ഈ ലോകത്തിലില്ല. അപ്പോൾ ദൈവം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, അത് പിശാച് ആണ് എന്ന്. അതുകൊണ്ട് പിശാചിനെ ഞാൻ വളരെ വ്യക്തമായി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയുന്നു, പിശാച് ഉണ്ട്.
അതുപോലെ തന്നെ പിശാചിനെ പുറത്താക്കാൻ പറ്റുമോ എന്ന് മറ്റു പലരുടെ സംശയമാണ്. പിശാചിനെ പുറത്താക്കാൻ പറ്റും, പക്ഷെ അത് എല്ലാവരെ കൊണ്ടും പറ്റുകയില്ല എന്ന ഒരു വസ്തുതയാണ്. നല്ല പ്രാർത്ഥനയും ദൈവത്തിന്റെ പ്രത്യേക ശക്തിയും ഉള്ളവർക്ക് മാത്രമേ പിശാചിനെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും പിശാചിനെ പുറത്താക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ഒരു വൈദികനാണെങ്കിൽ കൂടി എല്ലാ വൈദികരും പിശാചിനെ പുറത്താക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അത് പ്രത്യേകം തെരഞ്ഞെടുത്ത ചിലർ മാത്രമേ പിശാചിനെ പുറത്താക്കുന്നതായി കാണുന്നുള്ളൂ. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ പിശാചിനെ പുറത്താക്കാൻ നമ്മൾ പോകണമെങ്കിൽ നമുക്ക് പിശാചിനെ പുറത്താക്കാനുള്ള ശക്തി നമുക്ക് വേണം. അതിന് വർഷങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പിന്നെ ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹവും അതിന് വേണം. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു വൈദികനെ ഒരാള് ഒരു കുടുംബത്തിലോട്ട് പിശാചിനെ പുറത്താക്കാനായിട്ട് വിളിച്ചു. അപ്പൊ അവിടെ ഈ പണ്ട് മുതല് പിശാചിനെ വെച്ച് ആരാധിക്കുന്ന ഒരു പ്രതിമയുണ്ട്. അപ്പൊ ആ പ്രതിമയിൽ നോക്കി, പ്രതിമയിലാണ് സാത്താന്റെ ശക്തി ഇരിക്കുന്നത്. ആ സാത്താനെ വീട്ടുകാർ ആരാധിച്ചുകൊണ്ടിരുന്നത് ആ പ്രതിമയിലായിരുന്നു. അപ്പൊ അച്ഛൻ അവിടെ ചെന്നിട്ട് ഒരു കാര്യം ചെയ്തു. അച്ഛൻ പറഞ്ഞു, ഒരു കമ്പി ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനൊരു കമ്പി കൊടുത്തു. അച്ഛൻ ആ ലോകം ഇറക്കി കുത്തിയിട്ട് ആ പിശാചിന്റെ വിഗ്രഹത്തിനിട്ട് ആ കമ്പി വെച്ച് ഒറ്റ അടിയാൻ കൊടുത്തു. പെട്ടെന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല്, പിശാച് അച്ഛന്റെ നടുവിനിട്ട് ഒരു വെട്ടം കൊടുത്തു. അങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ മരണം വരെ ഈ വൈദികന് നടുവേദനയായിരുന്നു. അപ്പൊ പിശാച് ഒരു വൈദികനായിട്ട് കൂടി പിശാച് അദ്ദേഹത്തെ ഉപദ്രവിച്ചതായിട്ട് ഈ സംഭവം കാണിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും പിശാചിനെ പുറത്താക്കാനുള്ള ശക്തി ഇല്ല. അത് തന്നെയല്ല, ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹവും വരവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിശാചിനെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. പിശാചിനെ പുറത്താക്കാൻ വേണ്ടി പല പ്രാർത്ഥനകളും ഉണ്ട്. പക്ഷെ ആ പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലണമെങ്കിൽ നമുക്ക് പിശാചിന്റെ മുകളിൽ ശക്തി വേണം. അല്ലാതെ നമ്മൾ പിശാചിനെ പുറത്താക്കാനുള്ള പ്രാർത്ഥന ചെല്ലിയാലൊന്നും പിശാച് പോവുകയില്ല. പിശാച് എന്ന് പറയുന്ന നമ്മൾ മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ അതിബുദ്ധിമാനാണ്. അതുകൊണ്ട് പിശാചിനെ പുറത്താക്കാൻ അധികാരം ഇല്ലാത്തവനാണോ അധികാരം ഉള്ളവനാണോ എന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സാധാരണക്കാര് പിശാചിനെ പുറത്താക്കാൻ പോകരുത്. ഇനിയിപ്പോ പിശാചിനെ പുറത്താക്കാൻ പറ്റുമെന്ന് ഞാൻ എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അത് ഞാൻ വളരെ വ്യക്തമായി പറയാം. അതായത്, ഞാൻ പ്രാർത്ഥിച്ച് പിശാചിനെ പുറത്താക്കുന്ന ആളാണ്. ഞാനിപ്പോ ഇതുവരെ പലരുടെയും പിശാചിനെ പ്രാർത്ഥിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അവിടെ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഒരു കാരണവശാലും പിശാച് ഉപദ്രവിക്കുകയില്ല, നീ ഏത് പിശാചിനെ പുറത്താക്കിയാലും എന്ന് ദൈവം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം എനിക്ക് വാക്ക് തന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പിശാചിനെ പുറത്താക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പിശാചിന്റെ പൈശാചികമായ വല്ല ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിശാചിനെ പുറത്താക്കാൻ പറ്റുന്ന ആൾക്കാരെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, അവര് എല്ലാവരും തന്നെ നല്ല വിശുദ്ധരാണ്. നല്ല വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. പിന്നെ പിശാചിനെയൊക്കെ നമ്മൾ പുറത്താക്കാൻ പോകുമ്പോൾ നല്ല പ്രാർത്ഥനയും നല്ല വിശുദ്ധിയും ഉള്ളത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ പാവങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടെങ്കിൽ പിശാചിനെ പുറത്താക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നമുക്കുള്ള പാപം മൂലം പിശാച് പോയി എന്ന് വരികയില്ല. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നന്നായിട്ട് കുമ്പസാരിച്ച് നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നമ്മളൊരു വിശുദ്ധിയിൽ ആയിട്ട് വേണം നമ്മൾ പിശാചിനെ പുറത്താക്കാൻ പ്രാർത്ഥിക്കാവുള്ളൂ. അല്ലാതെ എല്ലാവരും പിശാചിനെ പുറത്താക്കാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാചിന് മേൽ അധികാരം ഇല്ലാത്തവരാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പിശാച് ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് ദൈവകരങ്ങളിലെ ഒരു ഉപകരണമായി പിശാചുക്കളെ പുറത്താക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് രോഗികളെ സുഖപ്പെടുത്താനും അതുപോലെ തന്നെ ദൈവസഹായത്താൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും നമുക്ക് ദൈവത്തോട് നമ്മളെ തിരഞ്ഞെടുക്കണമേ എന്ന് നമുക്ക് അനുദിനം പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.